ഹായ് എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും റിലേഷൻഷിപ്പിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഐ മിസ് യു, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് ശരിക്കും ഇഷ്ടം എന്നുള്ളത്. പക്ഷെ അതൊന്നും അല്ലാതെ തന്നെ ഈ ഒരു മിസ് യു എന്നോ ലവ് യു എന്നോ ഒന്നും പറയാതെ തന്നെ ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. അതായത് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളെ, പക്ഷെ അവർ ഇത്തരത്തിലുള്ള ഈ സ്നേഹപ്രകടനങ്ങളോ ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യണമെന്നില്ല. സോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ എങ്ങനെ നമുക്ക് അവരുടെ ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റാം? അതായത് ഈ ഒരു മിസ് യു, ലവ് യു എന്നുള്ള കാര്യങ്ങളൊന്നും പറയാതെ തന്നെ അവരുടെ ഉള്ളിലുള്ള ഇഷ്ടം എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളതൊന്നും അവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി അവർ ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഹായ് കഴിച്ചോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല അവർ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുന്നുണ്ടാവുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അവർക്ക് പറ്റുന്ന അത്രയും സമയം സ്പെൻഡ് ചെയ്യണം, നിങ്ങളെ കേൾക്കണം, അവർക്ക് പറയാനുള്ളത് അവർക്കും പറയണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കൊണ്ടാണ്. അതായത് നിങ്ങളുടെ കൂടെ കൂടുതൽ സമയം ഇരിക്കാനുള്ള ഒരാഗ്രഹം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം കൊണ്ട് തന്നെയാണ്. നമ്മൾ ഇഷ്ടമുള്ള ആളുടെ കൂടെയാണ് ഇരിക്കാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ സമയം പോണതേ അറിയില്ല എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ. അപ്പോൾ ഇഷ്ടം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫുഡ് കഴിച്ചോ, റീച്ച് ആയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കും എന്നുള്ളതാണ്. നീ കഴിച്ചില്ലേ, ഓക്കെ അല്ലേ, നീ എത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതും എന്തുകൊണ്ടാണ്? അത് കെയറിങ് ആണ്. അതായത് ഇഷ്ടം കൊണ്ടുള്ള കെയറിങ് ആണ്. ഇപ്പോൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ചീത്ത അറിയുന്നവരൊക്കെ ഉണ്ട്. നീ എന്താ കഴിക്കാത്തത്, വെറുതെ ഇരുന്ന് നിന്റെ ഹെൽത്തിന് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുത്തി വെക്കേണ്ട, മര്യാദയ്ക്ക് ഫുഡ് എടുത്ത് കഴിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അതായത് ഇവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണെന്നൊന്നും ഇങ്ങനെ നാഴിക്ക് 40 വട്ടം പറയാന്നൊക്കെ പറയില്ല. അങ്ങനെയൊന്നും ഇവർ ചെയ്യില്ല. ചിലപ്പോൾ ഇവർ പറയാനുണ്ടാവില്ല എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്, പക്ഷേ എന്നാൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കും. കഴിച്ചോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എവിടെ എത്തി, എപ്പോൾ തിരിച്ചെത്തും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കും എന്നുള്ളതാണ്. സോ അതും ഇഷ്ടം കൊണ്ടാണ്, കെയറിങ് ആണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മുമ്പത്തെ ഫോട്ടോസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അയച്ചുള്ള മെസ്സേജ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ അല്ലെങ്കിൽ അത് അവർ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കും എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല മെമ്മറി ആയിട്ട് അവർ വെക്കുന്നതുകൊണ്ടാണ്. അവരത്രയും ആ ചാറ്റ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ ഫോട്ടോ ആയാലും അത്രയും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അത് നിങ്ങൾക്ക് തരുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇതൊക്കെ അവർ ചിലപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും ഡിലീറ്റ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 2-3 വർഷം മുന്നേ ഉള്ളതായിരിക്കും, പക്ഷെ എന്നാലും അവരത് ഡിലീറ്റ് ചെയ്യില്ല. പൊന്നുപോലെ സൂക്ഷിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിരിക്കും. അവരുടെ ഫോണിൽ ഇപ്പോഴും അത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവരതിപ്പോഴും സേവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും നിങ്ങളോടുള്ള ഇഷ്ടമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, എത്ര തിരക്കാണെങ്കിലും സമയം കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അതായത് വലിയ തിരക്കുള്ള ഒരാളാണെങ്കിൽ പോലും, വലിയൊരു ബിസിനസ്മാൻ ആണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം അത് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. വിളിക്കാനായാലും മെസ്സേജ് അയക്കാനാണെങ്കിലും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതിന് ഇവർ മാക്സിമം നോക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അത്രയും തിരക്കാവുമ്പോൾ മാത്രമാണ് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ പറ്റാതിരിക്കുക. എങ്കിലും അവരുടെ തിരക്കിന്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളുടെ ഒരു ഡേയിലുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും. അതായത് ആ ദിവസം എന്താണ് നടന്നത് എന്നുള്ളതൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കും എന്നുള്ളതാണ്. നോർമലി നമ്മൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്തൊക്കെ പറയാറില്ലേ, ഇപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ക്ലാസ് കഴിഞ്ഞ് വീടെത്തി കഴിഞ്ഞാൽ അമ്മയുടെ പുറകെ ഇങ്ങനെ നടന്ന് നമ്മൾ പറയാറുണ്ട്, ഇന്ന് അതുണ്ടായി ഇതുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ രീതിയിലൊക്കെ തന്നെ ഇപ്പം നമ്മളുടെ ആ ഒരു ദിവസത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ, കുറച്ചൊരു ഏജ് ആകുമ്പോൾ നമ്മൾ പറയുന്നുണ്ടാവുക ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ അതാ കാണാൻ പറ്റുക. അതായത് നിങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ടാവും, ചിലപ്പോൾ അവർ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യമൊക്കെ നന്നായിട്ട് അവർ കേട്ടിരിക്കും. നല്ലൊരു കേൾവിക്കാരനായിരിക്കും എന്നുള്ളതാണ്. കേൾക്കാൻ നല്ല ക്ഷമ ഉണ്ടായിരിക്കും. അതിന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റും കാണിക്കും. ഇപ്പം നിങ്ങളുടെ വിഷമങ്ങളായാലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ കേട്ടിരിക്കും. ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അതായത് നിങ്ങൾക്ക് അത്രയും സപ്പോർട്ട് തന്ന് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ നല്ല രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ മിസ് യു, ലവ് യു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തന്നെയാണ് അവരുടെ സ്നേഹം എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ അവർ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും, ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നു, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അവർ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഞാൻ ചെറിയ കുറച്ച് പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ ഇതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഇത്തരത്തിൽ മിസ് യു എന്നോ ലവ് യു എന്നൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ രീതിയിലൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണെന്നുള്ളത് ഉറപ്പിക്കാം. അത്രയും ഇഷ്ടമുള്ള ആൾ ആയതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ
എപ്പോഴും കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ പെരുമാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചെറിയൊരു കാര്യത്തിൻ്റെ പുറത്ത് അവരെ സംശയിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ അവരെയും സ്നേഹിക്കുക, റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.